ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു കേട്ടോ. എഴുന്നേറ്റ് പാടെ നേരെ അടുക്കളയിൽ കയറി ചോറുങ്കൽ അടുപ്പത്ത് വെച്ച് അരി നന്നായിട്ട് കഴുകിയിട്ടു. ഇന്നാണെങ്കിൽ ഞാൻ സാമ്പാറാണ് വെക്കുന്നത്. വെറും സാമ്പാറല്ല, വറുത്തരച്ച സാമ്പാർ. കുഞ്ഞൂസിന് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ച് സാമ്പാറൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. വല്ലപ്പോഴും കൂട്ടുമെന്നല്ലാതെ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ കുഞ്ഞൂസിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഈ സാമ്പാറൊക്കെ വെക്കുമ്പോൾ 2 ദിവസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ വ്രതമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അത് തീർക്കുകയും ചെയ്യണം. അതാണ് വലിയൊരു ടാസ്ക്. അപ്പൊ ഇന്ന് കുഞ്ഞൂസിന് സ്കൂളില്ല. ഇപ്പൊ ഫ്രൈഡേ അവന് സ്കൂളില്ല കേട്ടോ. മുസ്ലിംസിന്റെ നോയമ്പ് തുടങ്ങിയ ശേഷം ഫ്രൈഡേക്ക് പകരമായിട്ട് സാറ്റർഡേ ആണ് ക്ലാസ്. അല്ലെങ്കിൽ അവന് സാറ്റർഡേ ക്ലാസ് ഉണ്ട്. സെക്കൻഡ് സാറ്റർഡേയും തേർഡ് സാറ്റർഡേ അവന് ക്ലാസ് ഇല്ലാത്തുള്ളൂ. പക്ഷെ ഇപ്പൊ എല്ലാ സാറ്റർഡേ അവന് സ്കൂളിൽ പോകണം. അതുപോലെ തന്നെ 2 മണിവരെ അവന് സ്കൂളുള്ളൂ. 2:45 ആകുമ്പോഴത്തേനും അവൻ വീട്ടിലെത്തും കേട്ടോ. ഇന്ന് അതുകൊണ്ട് ശ്യാമിന് ചോറ് കൊണ്ടുപോയാൽ മതി, കുഞ്ഞൂസിന് ചോറ് കൊണ്ടുപോകണ്ട. ഞാൻ സാമ്പാർ വെക്കുന്നതുകൊണ്ട് പച്ചക്കറി എല്ലാം എടുത്ത് കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ കൂടിപ്പോയെന്നാണ് തോന്നുന്നത്. തേങ്ങയൊക്കെ ചിരണ്ടി വേഗം വറുത്ത് അരപ്പൊക്കെ ചേർത്ത് പുളിയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാണ്. പിന്നെ മെഴുക്കുവരട്ടിക്കായിട്ട് കോവയ്ക്കാണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയപ്പോൾ കുറച്ച് കോവയ്ക്ക വാങ്ങിയിരുന്നേ. അപ്പൊ തോരൻ വെക്കാൻ ഞാൻ മറന്നുപോയി. അപ്പൊ കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ഞാൻ കണ്ടത്. ഞാൻ വേഗം എടുത്തത് പുറത്ത് വെച്ച് ഓർമ്മ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് വേഗം അതെല്ലാം അരിഞ്ഞ് പെറുക്കി ഞാൻ തോരനുണ്ടാക്കി. പപ്പടം വറുത്ത് ശ്യാമിന് കൊടുത്തു വിട്ടു. പിന്നെ ഒന്ന് കുറച്ച് കാന്താരികൾ പറിക്കാണ്ടായിരുന്നു. വെള്ളക്കാന്താരി, പച്ചക്കാന്താരി, നീലക്കാന്താരി ഒക്കെ എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് അധികം കിട്ടി. ഇന്ന് ചെടി നനയ്ക്കാനായിട്ട് കുഞ്ഞൂസാണ് എന്നെ ഹെൽപ്പ് ചെയ്ത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശ സാമ്പാറായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ